10 3 ഇതങ്ങനെ കിട്ടുമോ? പുറത്ത് കിട്ടുമോ? പുറത്തുനിന്ന് കിട്ടില്ല, റേറ്റ് കിട്ടിയതാണ്. നമ്മൾ പെരുവള്ളൂർ ചന്തയിൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ 3 മൂരിക്കുട്ടികളാണ് കേട്ടോ 10 രൂപ ഉള്ളതിന്. അപ്പോൾ 3-ാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ നമ്മുടെ പഴയ ചേളാരി ചന്ത പെരുവള്ളൂർ ചന്ത ആയപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് വേറെ ലെവലായി മക്കളെ. ഇന്നത്തെ ദിവസങ്ങൾ അറിയണം, നിങ്ങൾ കണ്ട ഞെട്ടും. അപ്പോൾ നല്ല നല്ല ഫ്രഷ് പോത്ത് കണ്ടില്ല നിങ്ങൾ. ചീപ്പ് റേറ്റ് കിട്ടിയതാണല്ലേ ചന്ത. ഇപ്പൊ മൂന്നാമത്തെ ആഴ്ച ആളുകൾ കൂടുതൽ വരുന്നോണ്ട് ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ആ വീഡിയോ വഴി ഒരുപാട് പേര് ഇത് അറിയാൻ സാധിച്ചു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയും വേണ്ട, അങ്ങോട്ട് കാണിച്ചു കൊടുത്താ ചന്തന്റെ വൈബ്. ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഞാനുള്ളത് നമ്മുടെ ചേളാരി ചന്തയിലാണ്. ചേളാരി ചന്ത ഇപ്പോൾ വീണ്ടും നമ്മുടെ പെരുവള്ളൂർ ചന്തയായി മാറിയിരിക്കുകയാണ്. ഇത് 3-ാമത്തെ ആഴ്ചയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ജനസാഗരമാണ് ഈ ഒരു ചന്തയിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ പറമ്പിൽ പീടികയോട് ചേർന്ന് നമ്മുടെ ഈ ഒരു പടിക്കലിലേക്ക് പോകുന്ന റോഡിലാണ് ഈ ഒരു ചന്ത ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാലോ, ഉദ്ഘാടനത്തിൻ്റെ മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരിലേക്കാണ് ആ ഒരു വീഡിയോ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരോ ആഴ്ച കഴിയും തോറും കച്ചവടക്കാരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കന്നുകളും ജനങ്ങളുമൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ദിവസം 200 രൂപയ്ക്കായിരുന്നു നമുക്ക് ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ബീഫ് സ്റ്റാളും അതോടൊപ്പമുള്ള എല്ലാ കാഴ്ചകളിലേക്കും തന്നെയാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ല, അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. അപ്പോൾ അതാ ജനങ്ങൾക്ക് ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെയധികം ആവേശത്തിലാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഞാനും ഒരു പെരുവള്ളൂരുകാരനാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ നാടിന് അഭിമാനം തന്നെയാണ് എന്ത് ഈ ഒരു പെരുവള്ളൂർ ചന്ത. ഒരുപാട് സ്റ്റാളുകളാണ്, കണ്ടോ ഇതാ ഫുൾ ജനങ്ങളാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ ഒക്കെ ചീപ്പ് റേറ്റിലുമാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരൂ. നമ്മൾ നേരെ പോകുന്ന എവിടേക്കാരോ? വാ ഈ പച്ചക്കറി സ്റ്റാളൊന്ന് കാണിച്ചു കൊടുത്താ. നല്ല ഫ്രഷ് പയർ കണ്ട. അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് പണി പൂർത്തീകരിക്കാത്ത സമയത്തായിരുന്നു. നമ്മൾ നേരെ പോകുമ്പോൾ ഒരുപാട് സ്പോട്ടുകളാണ് കാണുന്നത്. ഒക്കെ കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ. കണ്ടോ, മാക്സ് 200, ഷാള് 100, ലുങ്കികൾ 100, ചവിട്ടികൾ, ടോപ്പ് എല്ലാം കുറവാണ്. ചേച്ചിൻ്റെ പപ്പട കച്ചവടം ഒന്ന് കാണിച്ചു കൊടുക്കേ. ഏതാ പപ്പടത്തിൻ്റെ കമ്പനി ഏതാ ചേച്ചി? ഏതാ കമ്പനി? നല്ല നാടൻ വെറൈറ്റി പപ്പടം അല്ലേ? എന്നും ഇവിടെ ഉണ്ടാവില്ലേ? എല്ലാ ആഴ്ചയിലും ഇവിടെ ഉണ്ടാവും ചേച്ചി കേട്ടോ. അപ്പം നല്ല അടിപൊളി വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം തനി നാടൻ പപ്പടമാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബീഫിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഇതാണ്ടില്ല ഞങ്ങൾ ഒരു 25 കിലോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഒരാടും കുട്ടിന് വലിപ്പുണ്ട്. നല്ല കിട് കണ്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള മീനുകൾ തന്നെ ഉണ്ട് കേട്ടോ. ഈ മീനിന്റെ പേരെന്താ? എല്ലാ ആടർച്ചിയാണ് കേട്ടോ. ഉണ്ടോ ആടർച്ചി അതുപോലെ തന്നെ ഇതാ നല്ല ബീഫ്. നമ്മളിപ്പോ ആഴ്ച ഈ ചന്ത തുടങ്ങിയ എല്ലാ ദിവസവും ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പഴയ ചേളാരി ചന്ത പെരുവള്ളൂർ ചന്ത ആയ ശേഷം ഇത് 3-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോൾ ഇന്നത്തെ ദിവസം കേട്ടോ, ചൊവ്വാഴ്ചയുള്ള ചന്ത. അപ്പോൾ ഇന്നാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമല്ലേ. നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ് ഇപ്പോൾ പെരുവള്ളൂർ ചന്ത വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ആശ്വാസം ലഭിക്കട്ടെ. എല്ലാം കൊണ്ടും തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിസരവാസികൾക്കൊക്കെ എല്ലാ ആവശ്യ സാധനങ്ങളും ആ ഒരു കുടക്കീയിൽ കിട്ടും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കോണിന്നും ഇന്ന് അവിടെ ആളുകൾ വന്നിട്ടുണ്ട്, കച്ചവടങ്ങളൊക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാനും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്താ പറയുക, നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സഹകരണം തന്നെയാണ് ഈ ചന്തയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയം ആകട്ടെ. ഇപ്പോൾ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും
ആളുകൾ കൂടി വരിക എന്നല്ലാതെ കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പല കച്ചവടക്കാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചന്തയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ടിട്ട്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ.